ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും തന്നെ വരുന്ന കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പം എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മള് ഒട്ടുമിക്ക എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് രാത്രി ഉറങ്ങുന്നതിനെ കുറിച്ച്, അതായത് ഏത് പൊസിഷനിലാണ് നമ്മൾ കിടക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ ചെരിഞ്ഞു കിടക്കാം, അതല്ല നേരെ കിടക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് നേരെയും കിടക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ സർജറി കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ബാക്കിലുള്ള ആ ഒരു ഡ്രസ്സിംഗ് തനിയെ തന്നെ അഴിച്ചു മാറ്റാവുന്നതാണ്. പിന്നെ നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്വെല്ലിംഗ് എത്ര ദിവസം വരെ ഉണ്ടാവും എന്ന്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 3-4 ഡേയ്സ് വരെയെങ്കിലും നമുക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും. അതിനുള്ള മെഡിക്കേഷൻസ് നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതല്ലാത്ത പക്ഷം നമ്മൾ ഒരു ബാൻഡേജ് നമ്മൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീജിയർ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ തനിയെ അത് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒട്ടുമിക്കവരും ചോദിക്കുന്നതാണ് മെഡിക്കേഷൻസ് നമ്മൾ എത്ര നാൾ എടുക്കേണ്ടി വരും എന്നുള്ളത്. ആന്റിബയോട്ടിക്സ് നമ്മൾ 5 to 7 ഡേയ്സ് വരെ കൊടുക്കുന്നതാണ്. അതുകൂടാതെ മൾട്ടിവിറ്റമിൻസും ഒക്കെ ഉണ്ടാവും. ഡോണർ ഏരിയ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞ് സെക്കൻഡ് ഡേ തന്നെ നമുക്ക് ഡോണർ ഏരിയ ക്ലീൻ ചെയ്ത് കൊടുക്കണം വിത്ത് ബെറ്റാഡിൻ സൊല്യൂഷൻ. പിന്നെ അതുകൂടാതെ ഇതിൽ ഓയിന്റ്മെന്റ്സും ഉണ്ടാവും. റെസിപ്പിയന്റ് ഏരിയ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും എന്താ പറയുക, ഡ്രൈ ആക്കി വെക്കരുത്. ആ ഒരു ഏരിയ ഒരു 2-3 hours കൂടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വിത്ത് നോർമൽ വാട്ടർ ഓർ നോർമൽ സലൈൻ. റെസിപ്പിയന്റ് ഏരിയയിൽ എത്ര ദിവസം വരെ നമുക്ക് സ്കാബ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമലി നമുക്ക് കുളിക്കാൻ തുടങ്ങുന്നത് എത്ര ദിവസം മുതലാണ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാബ്സ് 10 ഡേയ്സ് വരെ ഉണ്ടാവും. നിങ്ങൾക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5th 6th ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ് വാഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഡയറക്റ്റ് ഷവറിങ് ചെയ്യരുത്. കുറച്ച് ചെറിയൊരു ഫ്ലോയിൽ ജസ്റ്റ് നനച്ചു കൊടുക്കാവുന്നതാണ്. ഡോണർ ഏരിയ ഹീൽ ആവുന്നത് എപ്പോഴാണ് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സർജറി കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഡോണർ ഏരിയ ഒക്കെ ഹീൽ ആയിട്ടുണ്ടാവും. നമ്മുടെ റൂട്ടീൻ എക്സസൈസസ് എന്ന് മുതൽ ചെയ്യാം എന്ന് ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുന്നവരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 1 month അല്ലെങ്കിൽ ഒരു 45 ഡേയ്സിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാത്ത പക്ഷം നമുക്ക് ചെറിയ തോതിലുള്ള ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഒരു 45 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ജോഗിങ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. അത് റൂട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു 1 month അല്ലെങ്കിൽ 45 ഡേയ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഹെയർ ഗ്രോത്തിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ക്ലോട്ട് റിമൂവലിന് ശേഷം നമുക്ക് കാണാൻ പറ്റും, അതായത് ഫസ്റ്റ് മുതൽ 15 ഡേയ്സ് വരെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇനീഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. അതാണ് ആ ഒരു ഗ്രോത്തിന്റെ ഫേസ് വരുന്നത്. ഇനീഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഒരു എന്താ പറയാ, 1 മാസം മുതൽ അല്ലെങ്കിൽ 1.5 മാസം മുതൽ 3 മാസം വരെ ഫോളിംഗ് ഫേസ് ആയിരിക്കും. അതായത് നമ്മൾ വെച്ച ഹെയർസ് ഒക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ ആരും അതിൽ ടെൻഷനാണ് കാര്യമില്ല. നമ്മൾ വെച്ച മുടിയായിരിക്കും പോകുന്നത്, റൂട്ട് അപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും പിന്നീട് ഗ്രോത്ത് ഫേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 months ഓൺവേർഡ്സ് ആയിരിക്കും. ഇപ്പൊ 3 മാസം മുതലായിരിക്കും നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫൈനൽ റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ 8 months to 1 year വരെ ആയിരിക്കും നമുക്ക് ടൈം വരുന്നത്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഹെയർ, അതായത് ഇപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടി ഓക്കെ നമുക്ക് വരും, പക്ഷെ എക്സിസ്റ്റിംഗ് ഹെയറിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക്, അതായത് അപ്പോഴും ഹെയർ ഫോൾ ഉള്ളവർക്ക് നമുക്ക് അവർക്ക് മൾട്ടി വിറ്റമിൻസോ അല്ലെങ്കിൽ മിനോക്സിഡിൽ പോലുള്ള സൊല്യൂഷൻസോ നമുക്ക് കൊടുക്കാവുന്നതാണ്. പ്രൊസീജിയറിന് ശേഷം ഒരു 3-4 വീക്സ് കഴിഞ്ഞാൽ മിനോക്സിഡിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊസീജിയറിന് ശേഷം ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ റെസിപ്പിയന്റ് ഏരിയയിൽ ചെറിയ ബോയിൽസ് പോലെ ചിലവർക്ക് കാണാറുണ്ട്. അത് ഇൻഫെക്ഷൻ തന്നെ ആവണം എന്നില്ല, അത് ഹെയറിന്റെ ഇൻഗ്രോത്ത് കൊണ്ടും നമുക്ക് സംഭവിക്കാം.
അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് കൊടുക്കാവുന്നതാണ്. അതല്ലാത്ത പക്ഷം എന്നിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഒരു ടൈമില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുക. അതായത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, സോയാബീൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മളൊന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിലെങ്കിലും നിങ്ങളത് കമ്പൽസറി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നവരാണെങ്കിൽ അവരും ഒരു 7 ഡേയ്സിലേക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം. ശരിക്കും നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികളെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം മുടികൊഴിച്ചിലൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഫി വെജിറ്റബിൾസ് അല്ലെ പ്രോട്ടീൻ, സോയാബീൻ, പനീർ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ ഈവൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടിക്കും നല്ലതായിരിക്കും. അതെല്ലാം ഹെയർ ഫോൾ അനുഭവിക്കുന്നവർക്കും ഒത്തിരി നല്ലതായിരിക്കും. നമ്മൾ നമ്മുടെ ഡയറ്റിൽ തന്നെ കുറെ ചേഞ്ചസ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിനുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ബി പോസിറ്റീവ് ഓഫ് യുവർ ഹെയർ ട്രാൻസ്പ്ലാന്റ്. എന്താ പറയാ, ഷെഡിങ് ഫേസില് മുടി പോയി എന്ന് വെച്ചിട്ട് ആരും അയ്യോ മുടി വരുമോ അങ്ങനെ ഓർത്ത് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 3-4 മാസം കൊണ്ടേ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡെൻസിറ്റി അപ്പൊ തന്നെ ഉണ്ടാവണം എന്നില്ല. ഒരു 6-7 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴേ നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല തന്നെ റിസൾട്ട് കിട്ടും. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫിസിക്കൽ ലുക്ക്, മൈൻഡ് ആൻഡ് സോൾ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ. ബൈ.